എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാൽജിവാല ബ്രാൻഡിൻ്റെ 290 കട്ടിൽ വരുന്ന നൈറ്റി വിത്ത് ഷോളുകളാണ് കേട്ടോ. കുറച്ചധികം പേര് നമ്മളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റി വിത്ത് ഷാൾ വേണം എന്നുള്ളത്. പിന്നെ ഐറ്റം കിട്ടാനും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഡിസൈൻസ് കിട്ടി നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇത് ലാൽജിവാല ബ്രാൻഡിൻ്റെ ഐറ്റമാണ്, നൈറ്റി വിത്ത് ഷാളാണ്. ഏതാണ്ട് 390 GSM അടുത്ത് ക്വാളിറ്റി തന്നെ ഐറ്റമാണ് കേട്ടോ. 2 മീറ്റർ അപ്രോക്സിമേറ്റ് ഷോളിന് നീളം ഉണ്ടാവും, 40 ഇഞ്ചിൻ്റെ അടുത്ത് വീതി ഉണ്ടാവും കേട്ടോ ഷോളിന്. എല്ലാ ഡിസൈൻസിലും 5 കളറിൻ്റെ വീതം ചാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 258 പ്ലസ് GST ആണ്. അപ്പോൾ മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസ് വീതമാണ്. അപ്പോൾ GST ഉൾപ്പെടെ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഏകദേശം 270 രൂപ അടുത്തേക്ക് വരും കേട്ടോ. നല്ല പുതിയ കളക്ഷൻസാണ് എല്ലാം. എന്താ പറയണേ, നല്ല പുതുപുത്തൻ ഡിസൈൻസാണ്. ഈ മെറ്റീരിയൽ കൂടാതെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. 290 മെറ്റീരിയൽ ആണെങ്കിലും 320 ഐറ്റംസ് ആണെങ്കിലും പിന്നെ അജ്രക്ക് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു ഇത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ 320 നമുക്കെല്ലാം കിടലിന് അജ്രക്ക് വരാണ്ട് കേട്ടോ. നമുക്ക് എന്നാ പറയണേ, കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 320 അജ്രക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി ഡിസൈൻസൊക്കെ ആണ് വരാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പിൽ ചെയ്യുന്ന നമ്പറിനകത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോസ് അതിനകത്ത് കിട്ടും. എന്ത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോട്ടോസ് കിട്ടും. ആ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യുക. റീറ്റെയിലിൻ്റെ റേറ്റ് വരുന്നത് നൈറ്റി വിത്ത് ഷാളാണെങ്കിൽ 350 രൂപയാണ്. ഒരു പീസായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആണ്. റീറ്റെയിലിന് മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത്. ഹോൾസെയിലിന് ഷിപ്പിംഗ് ചാർജ് വരും. മിനിമം 10 പീസ് എടുക്കണം. അപ്പോൾ ഇതിന് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് സാധാരണ 10 പീസിന് 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. കൊറിയറിലാകുമ്പോൾ ഏതാണ്ട് ഒരു കിലോയുടെ വ്യത്യാസം എക്സ്ട്രാ ചാർജ് കയറി വരും. ഇന്ത്യ പോസ്റ്റ് ആകുമ്പോൾ അതുപോലെ തന്നെ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എല്ലാ ഡിസൈനും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഷോളും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് ഡിസൈനിൻ്റെ പോലെയൊക്കെ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത്. പിന്നെ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ മാക്സിമം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾ ഡിലേ വരുത്തുമ്പം ഡിസൈൻസ് തീർന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ വച്ചിട്ട് തരാതിരിക്കുന്നതെന്നല്ല. ഇപ്പോൾ നമ്മളെന്തായാലും വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മളത് ചോദിക്കേണ്ടായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തരാത്തതല്ലേ എന്ന് ചോദിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിനകം മാക്സിമം എത്ര സ്പീഡാക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക. നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക. ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ പാഴ്സലാണോ എന്നുള്ളത് കൺഫേം ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു സെയിൽ ഓർഡർ കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ 3 വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങനെ ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ വരെ കവർ ചെയ്ത രീതിക്ക് ഷിപ്പിംഗ് ഉണ്ട്. മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ദിവസം വരെയാണ് ഐറ്റം മാറ്റി വയ്ക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവും. ക്യാൻസൽ ചെയ്യണം നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഫോണിൽ കിട്ടും. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്പർ തരുമ്പം അഡ്രസ്സിൻ്റെ ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ നമ്പർ കൂടെ തരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിലരെയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് കിട്ടില്ല നമ്മൾ കൊറിയറിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ചിലർ പറയും നമ്മളിതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ കോള് കണക്റ്റ് ആകാതെ വരുമ്പോഴാണ് അവർ പിന്നെ കോൺടാക്റ്റ് ചെയ്യാതെ നോക്കുന്നത്. അവർക്കും കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ വിട്ടും പോകാം. അതുകൊണ്ടാണ് എല്ലാവരും അഡീഷണൽ വേറൊരു കോൺടാക്ട് നമ്പറും കൂടി നമുക്ക് അഡ്രസ്സിൻ്റെ ഒപ്പം അയച്ചു തരാൻ ശ്രദ്ധിക്കണം. GST ഒക്കെ ഉള്ളതാണെങ്കിൽ GST നമ്പർ ആദ്യം തന്നെ തരുക കേട്ടോ. ബില്ല് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ GST നമ്പറൊക്കെ തരുവാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും. പിന്നെ അത് ബില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആവും. അതുകൊണ്ടാണ് ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബെയിലും പീസ് ബണ്ടിലൊക്കെ ആയിട്ട് വേണ്ടവർ അതും പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ റേറ്റിലും കാര്യങ്ങളിലും വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ കാണിക്കുന്ന ഡിസൈൻസ് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. നമ്പർ കുറവാണ്, എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. മെറ്റീരിയൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് സംസാരിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെയാണ് വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറഞ്ഞോ. നമ്മളതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകണ്ട്, പറയാതെ വിട്ടുവന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് കുറേ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറ്റുള്ള ഡീറ്റെയിൽസ് കൂടുതലല്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ഷോപ്പിൽ നേരിട്ട് വരാനുള്ളവർ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരിക കേട്ടോ. എന്തെങ്കിലും പേഴ്സണൽ കാരണങ്ങളാൽ നമ്മൾ ഷോപ്പിലില്ലെങ്കിൽ നിങ്ങൾ വന്നത് ഇതായി പോകില്ല. അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് തലേദിവസമൊക്കെ ഒന്ന് വിളിച്ചിട്ട് വരാൻ നമ്മൾ പറയുന്നത്.
പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചുങ്കിടി ഡിസൈൻസിൽ ഓൾമോസ്റ്റ് ഒക്കെ തീരാറായി. നമുക്ക് ഇതുണ്ട്, സ്റ്റോൺ വാഷ് അത്യാവശ്യം ബാലൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വേണ്ടവർ മെസ്സേജ് ചെയ്തു. നിങ്ങളിപ്പോൾ എന്ത് ഐറ്റമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞാൽ മതി. അത് നമ്മൾ സെപ്പറേറ്റ് അയച്ചു തരാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇന്ന ഐറ്റത്തിൻ്റെ മാത്രമാണ് ആയിക്കോളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ ഫോട്ടോ ആണെങ്കിലും നമ്മുടെ ചോദിച്ചാൽ മതി. പിന്നെ അണ്ടർ സ്കേർട്ട് നമുക്ക് നിലവിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് അവൈലബിൾ ആവുള്ളൂ. അത് ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു. ചെറുതായിട്ട് ചെറിയ വയ്യായ്മകളുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ വ്യത്യാസം. പിന്നെ മഴയൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസൈൻസും പുതിയ കളക്ഷൻസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വീഡിയോ പുതിയതായിട്ട് ചെയ്തിടാം. അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.